എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ബഷീർ മാളിയേക്കൽ. അപ്പം നമ്മൾ SCRT സീരീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ SCRT സീരീസാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ 10ാം ക്ലാസ്സിലെ 4ാം അധ്യായം ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അതിൻ്റെ 1ാം ഭാഗമാണ് അത് ചെയ്തത്. ഇനി 4ാം അധ്യായത്തിൻ്റെ 2ാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. സംസ്കാരവും ദേശീയതയും എന്നുള്ള 10ാം ക്ലാസ് SCRT ടെക്സ്റ്റ് ബുക്കിലെ 4ാം അധ്യായത്തിൻ്റെ 2ാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെയാണ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മാത്രം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്കും തരിക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് പോവാം. അവസാന ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും എന്നുള്ള ടോപ്പിക്ക് വെച്ചാണ് നമ്മൾ നിർത്തിയത്. ഇനി നമ്മൾ അടുത്ത ഭാഗമാണ് വിദ്യാഭ്യാസം ദേശത്തിന്. അപ്പോൾ പത്രത്തിൻ്റെ കാര്യമാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത്. ഇനി വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. വിദ്യാഭ്യാസം ദേശത്തിന്. ഇതിലാദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട 3 കോട്ടിങ്സ് ഉണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. പ്രധാനപ്പെട്ടതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇങ്ങനെ പറഞ്ഞത് രാജാ റാം മോഹൻ റോയിയാണ്. രാജാ റാം മോഹൻ റോയിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇനി അടുത്തതാണ് കേശവ് ചന്ദ്ര സെന്നിൻ്റെ വാക്കുകളാണ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും എന്ന് പറഞ്ഞത് കേശവചന്ദ്ര സെന്നാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന വാക്ക് പറഞ്ഞത് വീരേശലിംഗം പന്തലുമാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് വീരേശലിംഗം പന്തലുമാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് വീരേശലിംഗം പന്തലുമാണ്. ഇനി ഇവിടെ ഇതിനെക്കുറിച്ച് നോട്ട് ചെയ്യാനുള്ളൊരു പോയിൻ്റ്, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ദേശീയ ബോധം വളർത്താനുള്ള ഒരു പ്രധാന മാർഗം. അതിലൂടെ മതേതര വിദ്യാഭ്യാസം എല്ലാ വിഭാഗക്കാർക്കും നൽകാൻ കഴിഞ്ഞു. ഇനി നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്, 1884 GG അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്ന് പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി. അപ്പോൾ 1884 GG അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി. അപ്പോൾ ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ GG അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ഓപ്ഷനിൽ ഈ 3 പേരിൽ ഏതെങ്കിലും ഒരു പേരേ വരുള്ളൂ. ഏത് പേര് തന്നാലും അത് കറക്റ്റാണ്. വർഷം 1884. എവിടെയാണെന്ന് ചോദിച്ചാൽ പൂനെയിൽ. അപ്പോൾ പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി 1884 വർഷം. GG അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ, ഈ 3 പേരുകളും ഈ വർഷവും ഓർത്തിരിക്കുക. അത് പറഞ്ഞു. ഇന്ത്യക്കാരുടെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പുരോഗതിക്ക് ആധുനിക വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് അതിൻ്റെ സ്ഥാപകർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതായത് ഈ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിൻ്റ് നോക്കാം. ഇവിടെ ചിത്രസഹിതം തന്നിട്ടുണ്ട്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗൂസൺ കോളേജ്, പൂനെ. അപ്പോൾ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച കോളേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഫർഗൂസൺ കോളേജാണ്. അപ്പോൾ പൂനെയിലെ ഫർഗൂസൺ കോളേജ് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ തരാം, പൂനെയിലെ
ഫർഗൂസൺ കോളേജ് സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ നമ്മൾ പറഞ്ഞ മഹാദേവ ഗോവിന്ദ റാനഡെ, ബാലഗംഗാധര തിലക്, ജി അഗാർക്കർ എന്ന് തന്നാൽ അവരെ പേര് കൊടുക്കാം. ഇനി ഓപ്ഷനിൽ ഇതേപോലെ ഓരോ സൊസൈറ്റികളെ പേര് തന്നിട്ട് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നാണെങ്കിൽ ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളെ യുക്തിക്കനുസരിച്ച് ഓപ്ഷൻ നോക്കിയിട്ട് ആണ് ബന്ധം കണ്ടെത്തി എഴുതേണ്ടത്. PSC പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ അങ്ങനെയാണ്. നമ്മളിപ്പോൾ കറക്റ്റ് അതേ ആൻസർ തന്നെ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നമ്മളത് സ്കിപ്പ് ചെയ്ത് അത് ഡിലീറ്റ് ആവുന്ന ചോദ്യമാണെന്ന് വിചാരിച്ചാൽ അത് ഡിലീറ്റ് ആവാൻ സാധ്യത, അതിന് ആൻസർ ഉണ്ടാവും. അപ്പോൾ ഡക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ 3 പേരുണ്ടല്ലോ, ആ 3 പേരിൽ ആരും കൊടുക്കാം. ഇനി ഫർഗൂസൺ കോളേജ് എവിടെയാണെന്ന് ചോദിച്ചാൽ പൂനെയിലാണ്. ഫർഗൂസൺ കോളേജും ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച കോളേജാണ് ഫർഗൂസൺ കോളേജ്. അപ്പോൾ ഫർഗൂസൺ കോളേജിൻ്റെ കാര്യം ചോദിച്ചാലും ആ 3 പേര് ഓപ്ഷനിലുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും പേരാണെങ്കിലും കൊടുക്കാം. അതേപോലെ ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇനി ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ മുദ്ര എന്ന് പറഞ്ഞാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഉണ്ടോ എസ്റ്റാബ്ലിഷ്ഡ് 1884. അപ്പോൾ 1884. ഈ ഒരൊറ്റ ചിത്രം മൈൻഡിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് വർഷം കിട്ടും. 1884 ഡക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി. ഇനിയുണ്ടോ യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്നാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ എംബ്ലത്തിലുള്ള മുദ്രാവാക്യം. യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഇത്ര ഡീപ്പായി പോകേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ ഫോട്ടോ സഹിതം തന്നതുകൊണ്ട് ഇനി PSC ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾക്ക് ഇതൊക്കെ ഇടാൻ തോന്നിയാലോ, അപ്പോൾ നമ്മൾ ഇനി പറഞ്ഞില്ല വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡീറ്റെയിലായി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയെക്കുറിച്ച് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ഇത് നോക്കാം. ഇപ്പോൾ ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയെക്കുറിച്ച് അവിടെ ആ പാരഗ്രാഫിൽ അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ഇനി നമ്മൾ പറഞ്ഞു 1905 ബംഗാൾ വിഭജനം. അത് നമുക്കറിയാം. 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? കേഴ്സൺ പ്രഭുവാണ്. കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു എന്നാണ് ഇതിലുള്ളത്. അപ്പോൾ ബംഗാൾ വിഭജന സമയത്ത് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് നമുക്കറിയാം. അതിൻ്റെ ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കുറേ സ്കൂളുകൾ ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള ഫാക്റ്റാണ് അവിടെ പറഞ്ഞത്. ഇനി അടുത്ത ഫാക്റ്റ് ശ്രദ്ധിക്കണം. 1916 DK കാർവേ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. സ്ഥാപിച്ചതാരാണ്? DK കാർവേ. വർഷം 1916. അപ്പോൾ ഈ വരിയിൽ നോട്ട് ചെയ്യേണ്ട പ്രധാന പോയിൻ്റാണ് DK കാർവേ മഹാരാഷ്ട്ര, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല. അപ്പോൾ DK കാർവേ മഹാരാഷ്ട്ര, വർഷം 1916, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല. ഇതാണ് ഈ വരിയിൽ ഓർത്തിരിക്കേണ്ട പോയിൻ്റ്. സ്ത്രീകളുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സ്ഥാപിച്ചത്. ഇതിനെ തുടർന്ന് അനേകം വിദ്യാലയങ്ങൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടു. അതൊന്നും വായിക്കേണ്ടില്ല, അവിടെ ഒന്നും ഇനി ഇല്ല. ഇനി ഉള്ളൊരു പോയിൻ്റ് ഇവിടെയാണ്. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല രാഷ്ട്രങ്ങളുടെ അതിർത്തികൾക്കപ്പുറമുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകി. അപ്പോൾ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇനി അവിടെ ഗാന്ധിജിയും ടാഗോറും വിശ്വഭാരതിയിൽ നിറഞ്ഞാണ്ട് SCRTയിലൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ മൈൻഡിൽ കയറിയാൽ അപ്പോൾ നിങ്ങൾക്ക് ഇതും മെമ്മറിയിലുണ്ടാവും, മറക്കില്ല. അപ്പോൾ ബംഗാളിൽ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ബംഗാൾ. ഇനി അവിടെ അത്രേ ഉള്ളൂ. ഇനി അടുത്തതിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ,
MA അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ജാമിയ മില്ലിയ ഇസ്ലാമിയ. ജാമിയ മില്ലിയ ഇസ്ലാമിയ ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. അപ്പോൾ ഈ പാരഗ്രാഫിലെ പോയിന്റ് ജാമിയ മില്ലിയ ഇസ്ലാമിയ ഇതിന് നേതൃത്വം നൽകിയത് മൗലാന മുഹമ്മദ് അലി, അലി സഹോദരന്മാരിലെ മൗലാന മുഹമ്മദ് അലിയും ഡോക്ടർ സക്കീർ ഹുസൈനും MA അൻസാരിയും. അപ്പോൾ മൗലാന മുഹമ്മദ് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി ഈ 3 പേരുകളും ജാമിയ മില്ലിയ ഇസ്ലാമിയ അലിഗഡിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയയുമായി ബന്ധപ്പെട്ട പേരുകളാണ്. അപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയ എവിടെയാണ് ചോദിച്ചാൽ അലിഗഡിലാണ്. അത് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ ഈ 3 പേരിൽ ഏത് പേര് വന്നാലും അതാണ് കറക്റ്റ് ഉത്തരം. അപ്പോൾ മൗലാന മുഹമ്മദ് അലി വരാം, ഡോക്ടർ സക്കീർ ഹുസൈൻ വരാം, MA അൻസാരി വരാം. ഈ 3 പേരിൽ ഏത് പേര് ചോദിച്ചാലും അതാണ് കറക്റ്റ് ഉത്തരം. അപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത് അലിഗഡിലാണ്. ഈ 3 പേരുടെ നേതൃത്വത്തിലാണ്. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ അലിഗഡിൽ സ്ഥാപിച്ചത്. ഇനി ജാമിയ മില്ലിയ ഇസ്ലാമിയൻ്റെ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ഫോട്ടോ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജാമിയ മില്ലിയൻ്റെ ഫോട്ടോ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും കടന്നുകയറ്റം ഇന്ത്യയുടെ പാരമ്പര്യ കലാരൂപങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. തുടർന്ന് ഇതിനെ പ്രതിരോധിക്കാനും പാരമ്പര്യ കലാരൂപങ്ങളെ ഉദ്ധരിക്കാനുമായി ഇന്ത്യയിൽ നിരവധി ശ്രമങ്ങൾ നടന്നു. അത് പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെയും പാശ്ചാത്യ കലകളുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും കടന്നുകയറ്റം ഇന്ത്യയുടെ പാരമ്പര്യ കലകളുടെ തകർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ ഇതിനെ തുടർന്ന് ഇത് പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിരവധി ശ്രമങ്ങൾ നടന്നു. അങ്ങനെ നടന്ന ശ്രമങ്ങളുടെ ഒരു ഭാഗമായി കേരളത്തിൽ നടന്ന ശ്രമമാണ് കേരള കലാമണ്ഡലം. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ്, കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. കേരള കലാമണ്ഡലം എവിടെയാണ് ചോദിച്ചാൽ തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം വള്ളത്തോൾ നാരായണ മേനോൻ. ഇനി ഇവിടെ കേരള കലാമണ്ഡലത്തിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഏത് നദിയുടെ തീരത്താണ് കേരള കലാമണ്ഡലം എന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം. ഇനി 1937 മഹാത്മാഗാന്ധി സവിശേഷമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചു. വാർധാ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെട്ട ഇതിൻ്റെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, വാർധാ വിദ്യാഭ്യാസ പദ്ധതി 1937 മുന്നോട്ട് വെച്ചത് മഹാത്മാഗാന്ധി. എന്താണ് വാർധാ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞാൽ, പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. അപ്പോൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാണ് ചോദിച്ചാൽ വാർധാ വിദ്യാഭ്യാസ പദ്ധതിയാണ്. വർഷം 1937 1937 വാർധാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് ഇത് വാർധാ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ നയി താലിം അഥവാ നൂതന വിദ്യാഭ്യാസം പദ്ധതി എന്നും ഇത് അറിയപ്പെടുന്നു. അപ്പോൾ നയി താലിം നൂതന വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയപ്പെടുന്നതും വാർധാ വിദ്യാഭ്യാസ പദ്ധതി തന്നെയാണ്. തൊണ്ടൻ്റെ പ്രശ്നം, ചുമൻ്റെ പ്രശ്നം ഇതുവരെ മാറിയില്ല. അപ്പോൾ വോയിസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് നമ്മളാ SCRT സീരീസ് നിർത്തിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കണ്ടിന്യൂസായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മളെ ആ ഷെഡ്യൂൾ പ്രകാരം കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്തിട്ട് വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ റിസ്കിനെങ്കിലും മാനിച്ച് നിങ്ങളൊക്കെ ഒരു ലൈക്കോ സബ്സ്ക്രൈബൊക്കെ തരികയാണെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനാവും. അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി അറിയിക്കാം.
അപ്പോൾ 1937 വാർധാ വിദ്യാഭ്യാസ പദ്ധതി മഹാത്മാഗാന്ധി, അത്ര കിട്ടിയല്ലോ. പിന്നെ ഇതിൻ്റെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഇനി നെയ് താലിം അഥവാ നൂതന വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്നതും വാർധാ വിദ്യാഭ്യാസ പദ്ധതിയാണ്. ഇനി വാർധാ വിദ്യാഭ്യാസത്തിൻ്റെ ഇത് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ചില തൊഴിലുകൾ പഠിച്ചാൽ അത് ഭാവി ജീവിതത്തിന് ഗുണകരമാകുമെന്ന് ഗാന്ധിജി കരുതി. അദ്ദേഹം കരുതിയെന്ന് പറഞ്ഞാൽ ഗാന്ധിജി കരുതി. ഇത്തരത്തിൽ വളർന്നു വരുന്ന ഒരു തലമുറയിലൂടെ ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കാമെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. അപ്പോൾ അതങ്ങനെ ജസ്റ്റ് ഈ ഗാന്ധിജി വാർധാ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെയും ഫോട്ടോ SCERT കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ SCERT വായിച്ചാലുള്ളൊരു മെച്ചം. SCERT നമ്മൾ വായിക്കണം എന്ന് പറയുന്നത് ഇതാണ്. ഇതുപോലെ ഫോട്ടോകൾ കണ്ടിട്ടും അങ്ങനെ മനസ്സിലാക്കിയൊക്കെ നമുക്ക് പഠന പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാം. എന്നിവ നമ്മൾ ഈ ക്യാപ്സൂൾസ് വിപണിയിൽ ഒരുപാട് ഉണ്ട് എന്ന് പറഞ്ഞില്ല, അതൊന്നും വാങ്ങിച്ചാൽ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് SCERTക്ക് തുല്യം SCERT മാത്രം. ഇനി ഇവിടെ നെയ് താലിം എന്ന് കൊടുത്തിട്ടുണ്ട്. നെയ് താലിം എന്നുള്ള കോളത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്യുക. ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നൂതന വിദ്യാഭ്യാസം എന്നുള്ളതിൽ ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? ഉൽപാദനക്ഷമമായ എന്തെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം. അതേപോലെ 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം, അത് മാതൃഭാഷയിലും ആയിരിക്കണം. ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതി നയ് താലിം, നൂതന വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്നു. അപ്പോൾ വാർധാ വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ പറഞ്ഞു, നെയ് താലിം നൂതന വിദ്യാഭ്യാസം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1937 വാർധാ സമ്മേളനം ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. അപ്പോൾ നമ്മൾ വാർധാ വിദ്യാഭ്യാസ സമ്മേളനത്തിലൂടെയാണ് ഗാന്ധിജി 1937 ഇത് ആവിഷ്കരിച്ചത്, ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നെയ് താലിം നൂതന വിദ്യാഭ്യാസം എന്നാണ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസമെന്നും 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകണം എന്നും. അപ്പോൾ ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി നൂതന വിദ്യാഭ്യാസം അഥവാ നെയ് താലിം എന്നറിയപ്പെടുന്നു. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1937 വാർധാ സമ്മേളനത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയെ വാർധാ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമിച്ചു 1937. അപ്പോൾ 1937 വാർധാ വിദ്യാഭ്യാസ പദ്ധതി നെയ് താലിം, ഡോക്ടർ സക്കീർ ഹുസൈൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർധാ സമ്മേളനം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മുകളിൽ പറഞ്ഞു, ഓർമ്മയുണ്ടത്? സക്കീർ ഹുസൈനെ കുറിച്ച് നമ്മൾ മുകളിൽ പറഞ്ഞത് ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. കണ്ടോ ഇവിടെ, ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്നിവർക്കൊപ്പം MA അൻസാരി എന്നിവർക്കൊപ്പം പങ്കെടുത്ത ഒരാളാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. അപ്പോൾ അലി സഹോദരന്മാരും ഡോക്ടർ സക്കീർ ഹുസൈനും MA അൻസാരിയാണ് അലിഗഡിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത്. അതേ ഡോക്ടർ സക്കീർ ഹുസൈനാണ് 1937 വാർധാ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നെയ് താലിം അഥവാ നൂതന വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി
നിയമിച്ച കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഇനി ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ട്, പഠന പ്രവർത്തനമാണ്. ദേശീയ വിദ്യാഭ്യാസം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളാണ് പട്ടികയിലുള്ളത്. ഈ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച സ്ഥാപനങ്ങൾക്ക് ഉദാഹരണം പാഠഭാഗം പരിശോധിച്ച് കണ്ടെത്താനാണ്. പഠന പ്രവർത്തനമാണ്, നമുക്ക് വായിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. മതേതരത്വം, അതിന് ഉദാഹരണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദേശീയത, സ്ത്രീകളുടെ ഉന്നമനം, അന്തർദേശീയത. സ്ത്രീകളുടെ ഉന്നമനം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഡി.കെ. കാർവേ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി. അപ്പോൾ അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ്. വനിതാ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥാപിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലാണ്. 1916 ഡി.കെ. കാർവേ, മഹാരാഷ്ട്ര, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠന പ്രവർത്തനമാണ്, പഠിച്ചത് നോക്കിയിട്ട് ഇതിൽ നോട്ട് ചെയ്യാനാണ്. ഇത് നിങ്ങൾ നോട്ടിൽ ഇതിൻ്റെ നേരെ ആ സംഘടനകളും ഫില്ലാക്കി വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി പഠിയും. ഇനി നമുക്ക് സാഹിത്യവും ദേശീയതയും നോക്കാം. സാഹിത്യവും ദേശീയതയും എന്നുള്ള ഭാഗം നോക്കാം. സാഹിത്യവും ദേശീയതയും. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന ജീർണതകൾക്കും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും എതിരായ പ്രതിഷേധം സാഹിത്യത്തിലും പ്രതിഫലിച്ചു. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, നോവലുകൾ പിന്നെ വന്നു എന്നുള്ളതൊക്കെ. ഇനി ഇതിലെ പ്രധാന പോയിന്റുകളെന്ന് നോക്കാം. ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ഈ വ്യവസ്ഥകൾക്കെതിരെ പ്രതിഷേധിക്കാൻ മുന്നോട്ട് വന്നു. കവിതകൾ, കഥകൾ, നാടകങ്ങൾ, നോവലുകൾ തുടങ്ങിയ എഴുത്തുകാർ തങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുമായി പങ്കുവച്ചു. അതൊക്കെ അങ്ങനെ വായിച്ച് അത് നോക്കാം. ഇനി ഇതിലെ പ്രധാന പോയിന്റ് ഭാരത് മാത എന്ന സങ്കല്പത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ആദ്യമായി ഭാരതമാത എന്ന സങ്കല്പം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ ടാഗോർ എന്നിവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകങ്ങളിലൂടെയാണ്. അപ്പോൾ ഭാരത് മാത എന്ന് നോട്ട് ചെയ്യുമ്പോൾ ഇനി ഭാരത് മാതയുമായി ബന്ധപ്പെട്ട് വേറൊരാളെ പേര് നമ്മൾ ഇനി അടുത്ത ഭാഗത്ത് പഠിക്കാണ്ട്, ഈ ചാപ്റ്ററിൽ തന്നെ അവസാന ഭാഗത്ത് പഠിക്കാണ്ട്. അപ്പോൾ ഭാരത് മാത എന്ന സങ്കല്പം ആദ്യമായി, ഭാരത് മാത എന്ന സങ്കല്പം അങ്ങനെ തന്നെ നോട്ട് ചെയ്യുക. ഭാരത് മാത എന്ന സങ്കല്പം ആദ്യമായി നാടകത്തിലൂടെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ആരുടെയൊക്കെ നേതൃത്വത്തിലാണ്? ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ഭാരത് മാത എന്ന സങ്കല്പം എന്ന് പറയുമ്പോൾ ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ് ടാഗോർ എന്നിവരുടെ നാടകങ്ങളിലൂടെയാണ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. പ്രധാന ഒരു പോയിൻ്റാണ്. ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ് ചാറ്റർജി ഒരു പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള മാധ്യമമാക്കി. ഇനിയാണ് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച ആനന്ദമഠം ആണ് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയം. അപ്പോൾ ബംഗാളിലെ സന്യാസി കലാപം പ്രമേയമാക്കി ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ് ചാറ്റർജി. അപ്പോൾ ബങ്കിം ചന്ദ് ചാറ്റർജിയുടെ നോവൽ ഏതാണ്? ആനന്ദമഠമാണ്. എന്ത് പ്രമേയമാക്കിയാണ് ആനന്ദമഠം രചിച്ചത്? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം. ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ആനന്ദമഠം എന്നുള്ളതിൽ ഒരു മഠം എന്നുണ്ടല്ലോ. ഈ മഠം എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് സന്യാസി എന്ന് കണക്ട് ചെയ്യാമല്ലോ. സന്യാസിമാരെപ്പോഴും ഉണ്ടാകുന്നത് മഠത്തിലല്ലേ? സന്യാസിമാരെപ്പോഴും മഠത്തിലാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ മഠം സന്യാസി. അപ്പോൾ സന്യാസി കലാപം, ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനി ഇതിൻ്റെ ആനന്ദമഠത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് വന്ദേ മാതരം. വന്ദേ മാതരം എന്ന ഗാനം എടുത്തത് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. അപ്പോൾ ഈ പാരഗ്രാഫിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ആനന്ദമഠം സന്യാസി കലാപം പ്രമേയമാക്കി. അപ്പോൾ സന്യാസി കലാപം എന്താണെന്ന് വെച്ചാൽ ബംഗാളിലെ കർഷക കലാപമാണ് സന്യാസി കലാപം. അത് പ്രമേയമാക്കി ആനന്ദമഠം എന്ന നോവൽ എഴുതി
വന്ദേ മാതരം എന്ന ഗാനം എടുത്തത് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാരഗ്രാഫിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആനന്ദമഠം, വന്ദേ മാതരം, ബങ്കിം ചന്ദ് ചാറ്റർജി, സന്യാസി കലാപം, ബംഗാളിലെ കർഷക കലാപമായ സന്യാസി കലാപം. ഇത്രയും പോയിൻ്റാണ് അതിൽ. ഇനി വേറൊരു പോയിൻ്റാണ്, ബംഗാളി നാടകകൃത്തായ ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ചു. അപ്പോൾ ഇനി മറ്റൊരു പോയിൻ്റാണ് നീൽ ദർപ്പൺ. നീൽ ദർപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നാടകമാണ്. ആരുടെ നാടകമാണ്? ദീനബന്ധു മിത്ര, ബംഗാളി നാടകകൃത്തായ ദീനബന്ധു മിത്രയുടെ നാടകമാണ് നീൽ ദർപ്പൺ. ഇതിൽ പ്രതിപാദിപ്പിക്കുന്ന വിഷയം ബംഗാളിലെ നീലം കർഷകരുടെ ദുരിതങ്ങളാണ്. അപ്പോൾ ബംഗാളിലെ നീലം കർഷകരുടെ ദുരിതങ്ങളെക്കുറിച്ച് ബംഗാളി നാടകകൃത്തായ ദീനബന്ധു മിത്ര എഴുതിയ നാടകമാണ് നീൽ ദർപ്പൺ. അത് പിന്നെ നീൽ ദർപ്പൺ, നീൽ എന്നില്ല തന്നെ നീല എന്ന് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. നീൽ ദർപ്പൺ എന്നുള്ളതിൽ നീൽ എന്നെടുത്താൽ തന്നെ നീലം കർഷകർ എന്ന് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ പാരഗ്രാഫിൽ നമ്മൾ നോക്കേണ്ട പോയിൻ്റാണ് നീൽ ദർപ്പൺ, ദീനബന്ധു മിത്ര, ബംഗാളിലെ നീലം കർഷകരുടെ ദുരിതങ്ങൾ, അവരുടെ ചൂഷണം. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ കർഷക കലാപങ്ങൾക്ക് ഈ നാടകം പ്രചോദനമായി. അപ്പോൾ ഇത് പ്രചരിപ്പിച്ചത് ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്, ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ്. സുരേന്ദ്രനാഥ ബാനർജി. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആര്? സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. അത് നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് ഇതാണ്. അപ്പോൾ ഈ ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ നീലം കർഷകരുടെ ദുരിതങ്ങളൊക്കെ ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിച്ചത്. ഇനി നീൽ ദർപ്പണിൻ്റെ ഒരു കവർ ഫോട്ടോ ഇവിടെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. നീൽ ദർപ്പണിൻ്റെ കവർ ഫോട്ടോ ഉണ്ട്, ദീനബന്ധു മിത്രയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ഇപ്പോൾ ദീനബന്ധു മിത്ര, നീൽ ദർപ്പൺ. ഇത് ദീനബന്ധു മിത്ര, ഇത് ഇദ്ദേഹത്തിൻ്റെ നോവൽ നീൽ ദർപ്പൺ. ഇനി ബങ്കിം ചന്ദ് ചാറ്റർജിയുടെ ഫോട്ടോവും ഇവിടെ തന്നിട്ടുണ്ട്. ബങ്കിം ചന്ദ് ചാറ്റർജിയുടെ ഫോട്ടോ കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ആ പാരഗ്രാഫിൽ അത്രേ ഉള്ളൂ. ഇനി അടുത്ത പാരഗ്രാഫിലുള്ള ഒരു പോയിൻ്റാണ്, സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ തൻ്റെ കവിതകളിലൂടെയും ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയെയും ജനങ്ങളുടെ ഐക്യത്തെയും പാടി പുകഴ്ത്തി. അപ്പോൾ സാരേ ജഹാം സെ അച്ഛ എന്ന കവിത ഏത് കവിതയാണ്? ഉറുദു കവിതയാണ്. അത് രചിച്ചത് ആരാണ്? അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ്. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എന്നും തരാം, അല്ലെങ്കിൽ വെറും മുഹമ്മദ് ഇക്ബാൽ എന്നും തരാം. അപ്പോൾ സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര, സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസിതാ ഹമാര ഹമാര സാരേ ജഹാം സെ അച്ഛ. അപ്പോൾ ഈ ഉറുദു കവിത രചിച്ചത് അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ്. അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ് ഈ ഉറുദു കവിത രചിച്ചത്. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് ഇതാണ്, സാരേ ജഹാം സെ അച്ഛ, അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ ഉറുദു കവി. ഇനി മുഹമ്മദ് ഇക്ബാലിൻ്റെ ഒരു ഫോട്ടോ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. SCRTയിൽ മുഹമ്മദ് ഇക്ബാലിൻ്റെ ഫോട്ടോ ഉണ്ട്. ഇനി പ്രധാനപ്പെട്ട കോളത്തിൽ വരുന്ന പോയിൻ്റാണ് കൃതികൾ, എഴുത്തുകാർ, ഭാഷ. കൃതികൾ, എഴുത്തുകാർ, ഭാഷ. പ്രധാനമായും 6 എഴുത്തുകാരും അവരുടെ കൃതികളും അതെഴുതിയ ഭാഷയുമാണ് തന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്
ഇത് മാക്സിമം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതുപോലെ തന്നെ നോട്ട് എഴുതുമ്പോൾ കോളം വരച്ച് തന്നെ നോട്ട് എഴുതുക. ഇതുപോലെ തന്നെ കോളം വരച്ച് നോട്ട് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്കത് റിവിഷൻ ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്യാച്ച് ചെയ്യാൻ വളരെ സുഖമായിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും കോളങ്ങൾ ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കൃതികൾ ഏതൊക്കെ കൃതി? ഗോര, ഗീതാഞ്ജലി. അപ്പോൾ ഗോര, ഗീതാഞ്ജലി എന്നീ കൃതികൾ എഴുതിയതാരാണ്? ഗോര, ഗീതാഞ്ജലി എന്നീ കൃതികൾ എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോറാണ് ഗോര, ഗീതാഞ്ജലി എന്നീ കൃതികൾ എഴുതിയത്. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. അപ്പോൾ ബംഗാളി ഭാഷയിൽ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ കൃതികളാണ് ഗോരയും ഗീതാഞ്ജലി. അപ്പോൾ ഗോര, ഗീതാഞ്ജലി എന്നിവ ബംഗാളി ഭാഷയിൽ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ കൃതികളാണ്. ഗീതാഞ്ജലിയിൽ നിന്ന് എടുത്തതാണ് ജനഗണമന. അനുബന്ധമായിട്ട് അതും കൂടി ഓർത്തിരിക്കും. ആനന്ദമഠം, ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിൽ നിന്ന് എടുത്തതാണ് വന്ദേ മാതരം എന്ന ഗാനം. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ നിന്ന് എടുത്തതാണ് ജനഗണമന എന്ന ഇന്ത്യയുടെ ദേശീയ ഗാനം. ഇനി സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ രചിച്ചത് പ്രേംചന്ദാണ്. പ്രേംചന്ദാണ് ഈ കവിതകളും ഈ സാഹിത്യ രൂപങ്ങൾ രചിച്ചത്. ഈ കൃതികൾ രചിച്ചത് പ്രേംചന്ദാണ്. അപ്പോൾ പ്രേംചന്ദിൻ്റെ സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നീ കൃതികൾ രചിച്ചത് പ്രേംചന്ദാണ്. ഹിന്ദിയിലാണ്. അപ്പോൾ ഹിന്ദിയിൽ പ്രേംചന്ദ് രചിച്ച കൃതികൾ ഏതൊക്കെയാണ്? സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഇനി അടുത്തത് പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. സുബ്രഹ്മണ്യ ഭാരതിയാണ് തമിഴിലാണ് എഴുതിയത്. അപ്പോൾ തമിഴിൽ സുബ്രഹ്മണ്യ ഭാരതി എഴുതിയ കൃതികൾ ഏതൊക്കെയാണ്? പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. അപ്പോൾ കണ്ണൻ്റെ കുയിൽപ്പാട്ട് എന്ന് ഓർത്താൽ മതി. അല്ലെങ്കിൽ കണ്ണൻ്റെ കുയിൽപ്പാട്ട് എന്ന് ഓർത്താൽ കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് എന്ന് കിട്ടും. കളിപ്പാട്ട് അല്ലെങ്കിൽ കളിപ്പാട്ടവുമായി പോകുന്ന കണ്ണൻ്റെ കുയിൽപ്പാട്ട് എന്ന് ഓർത്താലും മതി. പിന്നെ പാഞ്ചാലി ശബദവുമാണ് സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികൾ. തമിഴിലാണ് സുബ്രഹ്മണ്യ ഭാരതി രചിച്ചിരുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യ ഭാരതി തമിഴിൽ രചിച്ച കൃതികൾ പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. ഇനി ഉറുദുവിലാണ്. ഉറുദുവിൽ അൽത്താഫ് ഹുസൈൻ രചിച്ച കൃതികൾ ഏതൊക്കെയാണ്? ഉറുദു ഭാഷയിൽ അൽത്താഫ് ഹുസൈൻ ഹാലി രചിച്ച കൃതികൾ ഏതൊക്കെയാണ്? ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ്. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നിവ ഉറുദു ഭാഷയിൽ അൽത്താഫ് ഹുസൈൻ ഹാലി രചിച്ച കൃതികളാണ്. അപ്പോൾ അൽത്താഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിൽ രചിച്ച കൃതികളാണ് ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ്. ഇനി നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ് നിബന്ധമാല രചിച്ചത്. മറാത്തി ഭാഷയിലാണ്. അപ്പോൾ മറാത്തി ഭാഷയിൽ നിബന്ധമാല രചിച്ചതാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. മറാത്തി ഭാഷയിൽ രചിച്ച കൃതിയാണ് നിബന്ധമാല. ഇപ്പോൾ നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ, മറാത്ത. ഇനി എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. നമ്മുടെ കേരള കലാമണ്ഡലം സ്ഥാപകനായ വള്ളത്തോൾ നാരായണ മേനോനാണ്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ്. മലയാളത്തിലാണ്. അപ്പോൾ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിൽ എഴുതിയ കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ. അപ്പോൾ
എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ കേരള കലാമണ്ഡലം സ്ഥാപകനായ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിൽ രചിച്ച കൃതികളാണ്. അപ്പോൾ പ്രധാനമായും ഇതിൽ കോളിട്ട് തന്ന ഈ 6 എഴുത്തുകാരും അവരുടെ കൃതികളും നോട്ട് ചെയ്ത് വെക്കുക, ഏത് ഭാഷയിലാണ് എന്നുള്ളത്. അതിലിപ്പോൾ വള്ളത്തോളിൻ്റെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം മലയാളത്തിലാണെന്ന് നമുക്കറിയാം. ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ പേരിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഉറുദും മലയാളം പെട്ടെന്ന് കിട്ടും. ഉറുദുവിൽ ഹയാത്തി ഇ സാദി, ഹയാത്തി ഇ ജവീർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അറബി ടച്ച് വരുമല്ലോ. അപ്പോൾ അതിന് തന്നെ നമുക്കത് ഉറുദു ആണെന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് മറ്റു പേരുകളാണ്. അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹിന്ദിയും ബംഗാളി പിന്നെ നമുക്കറിയാം, ഗോരയും ഗീതാഞ്ജലി. ടാഗോർ ആകുമ്പോൾ ബംഗാളി ഭാഷയാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇതാണ് വിവിധ ഭാഷകളിൽ രചിക്കപ്പെട്ട സാഹിത്യകൃതികൾ. ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ച സാഹിത്യകൃതികളാണ് നമ്മൾ ഈ പറഞ്ഞ വിവിധ ഈ 6 ഭാഷകളിൽ 6 ആളുകൾ രചിച്ച ഈ കൃതികൾ. ഇതല്ലാതെ വേറെ ഉണ്ട്, പക്ഷെ നമുക്കിപ്പോൾ SCERT പഠിക്കാനുള്ളത് ഇത്രയാണ്, ഈ 6 അത് പോയിൻ്റാണ്. ഇനി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന നിരവധി കവിതകളും ഗാനങ്ങളും മലയാളത്തിലും രചിക്കപ്പെട്ടു. അക്കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒന്നാണ് അംശി നാരായണപിള്ള രചിച്ച വരിക വരിക സാഹചര്യ എന്ന ഗാനം. അതിലെ ഏതാനും വരികൾ. അപ്പോൾ വരിക വരിക സാഹചര്യ എന്ന ഗാനം രചിച്ചത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ ഇതിൽ ഒരുപാട് ഭാഗത്തുനിന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ വരിക വരിക സാഹചര്യം ഇപ്പോൾ കഴിഞ്ഞ 3 പരീക്ഷകളിലും ചോദിച്ച ക്വസ്റ്റ്യനാണ് അംശി നാരായണപിള്ള. അപ്പോൾ വരിക വരിക സാഹചര്യം എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ളയാണ്. അതാണ് ഇതിൽ നോട്ട് ചെയ്യാനുള്ള പോയിൻ്റ്. ഇനി ഇത് ഏത് സമയത്താണ്? ഉപ്പ് സത്യാഗ്രഹ സമയത്താണ് അദ്ദേഹം വരിക വരിക സാഹചര്യം എന്നുള്ള ഈ ഗാനം രചിച്ചത്. അപ്പോൾ അംശി നാരായണപിള്ള വരിക വരിക സാഹചര്യം. അപ്പോൾ ഇതാണ് ഇതിൽ നോട്ട് ചെയ്യാനുള്ളത്. വരിക വരിക സഹചര്യ വലിയ സഹന സമരമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടക്ക് പോകനാം. കൺ തുറന്ന് നോക്കുവിൻ കൈകൾ കോർത്തിറങ്ങുവിൻ കബല കുടില ഭരണകൂടമിക്ഷണം തകർക്കണം നാം. ബ്രിട്ടനെ വിരട്ടുവിൻ ചട്ടമൊക്കെ മാറ്റുവിൻ ദുഷ്ടനീതി വിഷ്ടവത്തിലൊട്ടുമേ നിലച്ചിടാ. വിജയമെങ്കിൽ വിജയവും മരണമെങ്കിൽ മരണവും ഭയവിഹീനമഖില ജനവും ആഗ്രഹിച്ചിറങ്ങണം. എനിക്ക് പാടാനൊന്നറിയില്ല, ഞാൻ അവർ ജസ്റ്റ് ഒന്ന് വായിച്ചു എന്നുള്ളൂ. ഓക്കെ. അപ്പോൾ വരിക വരിക സാഹചര്യം അംശി നാരായണപിള്ള, അതാണ് അതിൽ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്. ഇനി ദേശീയത കലയിൽ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദേശീയത കലയിൽ ഇതിൽ നിന്ന് തന്നെ നമുക്കിപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഇതിൻ്റെ പാരഗ്രാഫിലെ ആദ്യത്തെ വരി ഇതിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ അവസാനഘട്ട ഖാദി ബോർഡ് പ്രിലിംസിൻ്റെ പരീക്ഷയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ബംഗാളി ചിത്രകാരനായ അവനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ജലഛായാചിത്രമാണിത്. അപ്പോൾ ചിത്രത്തിൻ്റെ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിനെയാണ് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുള്ളത്. ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ ഈ ചിത്രം നിർണായക പങ്കുവഹിച്ചു. അപ്പോൾ ഇനി നമുക്ക് ചിത്രം നോക്കാം. ഇതാണ് ഭാരത് മാത, 4 കൈകളോടുകൂടി ഇന്ത്യക്കാർക്ക് എല്ലാം നൽകുന്ന ഭാരത് മാത എന്നുള്ള സങ്കല്പത്തിലാണ് അവനീന്ദ്രനാഥ ടാഗോർ ഈ ചിത്രം വരച്ചത്. അപ്പോൾ ഭാരത് മാത എന്ന ഛായാചിത്രം വരച്ചത് അവനീന്ദ്രനാഥ ടാഗോറാണ്. സ്വദേശി പ്രസ്ഥാന സമരകാലത്താണ് അദ്ദേഹം ഈ ചിത്രം വരച്ചത്. അപ്പോൾ അവനീന്ദ്രനാഥ ടാഗോർ ഭാരത് മാത എന്ന ജലചിത്രം, ബംഗാളി ചിത്രകാരൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഭാരത് മാത എന്ന സങ്കല്പം, അതാണ് ഞാനത് പ്രത്യേകം സങ്കല്പം എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഭാരത് മാത എന്ന സങ്കല്പം ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ ബാനർജിയും ശിശിർ കുമാർ ഘോഷും സുരേന്ദ്രനാഥ ബാനർജിയുമാണ് ഭാരത് മാത എന്ന സങ്കല്പം നാടകങ്ങളിലൂടെ ഇന്ത്യയിൽ ആദ്യമായി മുന്നോട്ട് വെച്ചത്. അപ്പോൾ പിന്നെ നമ്മൾ സുരേന്ദ്രനാഥ ബാനർജിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള മറ്റൊരു കാര്യം, ബംഗാളി എന്ന പത്രം സ്ഥാപിച്ചത് അദ്ദേഹമാണ്. ശിശിർ കുമാർ ഘോഷോ
അമൃത് ബസാർ പത്രികയുടെ സ്ഥാപകനാണ് ശിശിർ കുമാർ ഘോഷും ഗിരിധർ ഘോഷും. അപ്പോൾ അതുമായി കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അപനീന്ദ്രനാഥ ടാഗോർ ഭാരത് മാത എന്ന ജലഛായാചിത്രം സ്വദേശി പ്രസ്ഥാന സമയത്താണ് വരച്ചത്. ഇനി അപനീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചുള്ള വേറൊരു പോയിന്റ് ഇതിൽ വരുന്നത്, ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനും ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ച പൗരസ്ത്യ ചിത്രകലയുടെ പ്രോത്സാഹനത്തിനുമായി അദ്ദേഹം കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചു. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അപനീന്ദ്രനാഥ ടാഗോറാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിൽ. അപ്പോൾ കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് അപനീന്ദ്രനാഥ ടാഗോറാണ്. ഭാരത് മാത എന്ന ജലഛായ ചിത്രം വരച്ചത് അപനീന്ദ്രനാഥ ടാഗോറാണ്. ഇനി ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനും അതേപോലെ ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ച പൗരസ്ത്യ ചിത്രകലയുടെ പ്രോത്സാഹനത്തിനുമാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് അപനീന്ദ്രനാഥ ടാഗോർ കൊൽക്കത്തയിൽ സ്ഥാപിച്ചത്. പാശ്ചാത്യ രീതി ഉൾക്കൊണ്ട് മലയാളിയായ രാജാ രവിവർമ്മ ഇന്ത്യൻ പുരാണങ്ങളിലെയും സാഹിത്യകൃതികളിലെയും വിവിധ സന്ദർഭങ്ങൾ ചിത്രീകരിച്ചു. ഇനി രവിവർമ്മയുടെ ഒരു പ്രശസ്തമായ ചിത്രമായ കാളിദാസൻ്റെ ശാകുന്തളത്തിൽ നിന്നുള്ള ഒരു രംഗം വരച്ചുകൊണ്ടാണ്, അതായത് ഈ രാജാ രവിവർമ്മ വരച്ചിരുന്ന ചിത്രങ്ങളൊക്കെ പുരാണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളാണ്. അപ്പോൾ രവിവർമ്മയുടെ ഒരു പ്രധാന ചിത്രമാണ് ഈ ശാകുന്തളത്തിലെ ഈ ചിത്രം, കാലിൽ മുള്ളുകൊണ്ട ശകുന്തളയുടെ ഈ ഒരു ചിത്രം. അപ്പോൾ ഇന്ത്യൻ രാജാ രവിവർമ്മ പുരാണങ്ങളെയും സാഹിത്യ കൃതികളുടെയും വിവിധ സന്ദർഭങ്ങൾ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാഹിത്യകാരന്മാരിൽ നിന്നും ചരിത്ര സംഭവങ്ങളിൽ നിന്നുള്ള സന്ദർഭങ്ങളെയാണ് നന്ദലാൽ ബോസ് തൻ്റെ ചിത്രങ്ങൾക്ക് വിഷയമാക്കിയത്. അപ്പോൾ ചരിത്ര സംഭവങ്ങളിൽ നിന്നുള്ള സന്ദർഭങ്ങളെയാണ് നന്ദലാൽ ബോസ് തൻ്റെ ചിത്രങ്ങൾക്ക് വിഷയമാക്കിയത്. ഇനി സതി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളിൽ ഒന്നായ സതി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണിത്. ആരെയും സ്പർശിക്കുന്ന ഈ ചിത്രം ഇത്തരം ദുരാചാരങ്ങൾക്കെതിരെയ മനോഭാവം ഇന്ത്യക്കാരിൽ വളർത്താൻ കാരണമായി. അദ്ദേഹത്തിൻ്റെ ഗ്രാമീണ ചണ്ടക്കാരൻ എന്ന ചിത്രം 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ വരുന്നതാണ് നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസിൻ്റെ പ്രസിദ്ധമായ രണ്ട് ചിത്രങ്ങളാണ് സതിയും ഗ്രാമീണ ചണ്ടക്കാരനും. സതിയും ഗ്രാമീണ ചണ്ടക്കാരനും. അപ്പോൾ ഇതാണ് നന്ദലാൽ ബോസിൻ്റെ പ്രശസ്തമായ സതി എന്നുള്ള ചിത്രം. നന്ദലാൽ ബോസിൻ്റെ സതി എന്നുള്ള ചിത്രം. അപ്പോൾ നന്ദലാൽ ബോസിൻ്റെ പ്രസിദ്ധമായ ഒരു ചിത്രമാണ് സതി. അടുത്ത ചിത്രമാണ് ഗ്രാമീണ ചണ്ടക്കാരൻ. അതും നോക്കാം നമുക്ക്. ഇതാണ് നന്ദലാൽ ബോസിൻ്റെ ഗ്രാമീണ ചണ്ടക്കാരൻ എന്നുള്ള ചിത്രം. അപ്പോൾ സതിയും ഗ്രാമീണ ചണ്ടക്കാരൻ എന്നുള്ള ഈ രണ്ട് ചിത്രങ്ങൾ വരച്ചത് നന്ദലാൽ ബോസാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രണ്ട് ചിത്രങ്ങളാണ് സതിയും ഗ്രാമീണ ചണ്ടക്കാരൻ. സതി, ഗ്രാമീണ ചണ്ടക്കാരൻ. ഇതിനി മറക്കില്ലല്ലോ. ഗ്രാമീണ ചണ്ടക്കാരനും അതേപോലെ സതിയും. ഈ ചിത്രം കണ്ടില്ല, ഈ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് അത്രയും അറ്റാച്ച്ഡ് ആയി തോന്നും. അത്രയും വൈകാരികമായി തന്നെ ആ വിഷയം മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹം വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു ചിത്രം ഒക്കെ സതിക്കെതിരെയുള്ള മനോഭാവം വളർത്താൻ ഒരുപാട് കാരണമായിട്ടുണ്ട്. അപ്പോൾ നന്ദലാൽ ബോസിൻ്റെ രണ്ട് ചിത്രങ്ങൾ ഗ്രാമീണ ചണ്ടക്കാരൻ, സതി എന്ന് പറഞ്ഞു. ഇനിയുള്ള ഒരു പ്രധാന പോയിൻ്റ് എന്താണ്? 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിന് കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച നന്ദലാൽ ബോസിൻ്റെ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രാമീണ ചണ്ടക്കാരൻ എന്നുള്ള ചിത്രമാണ്. അപ്പോൾ ഗ്രാമീണ ചണ്ടക്കാരൻ എന്നുള്ള ചിത്രം 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ നന്ദലാൽ ബോസ് പ്രദർശിപ്പിച്ചു. അപ്പോൾ അതിനെ കോൺഗ്രസിൻ്റെ
പോസ്റ്ററായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായി ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുത്ത നന്ദലാൽ ബോസിൻ്റെ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ പിന്നെ ഇത് ഗ്രാമീണ ചെണ്ടക്കാരനാണ്. അങ്ങനെ ചോദ്യം വരാം. അല്ല, കോൺഗ്രസിൻ്റെ പോസ്റ്റർ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രാമീണ ചെണ്ടക്കാരൻ. അപ്പം ഗ്രാമീണ ചെണ്ടക്കാരൻ 1938 ഹരിപുര സമ്മേളനം. അപ്പോൾ ഏത് സമ്മേളനത്തിലാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ ഹരിപുര സമ്മേളനമാണ്. വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1938. ആരുടെ ചിത്രമാണെന്ന് ചോദിച്ചാൽ നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണ്. അപ്പോൾ ഹരിപുര സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഹരിപുര സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസായിരുന്നു. സുഭാഷ് ചന്ദ്രബോസായിരുന്നു ഹരിപുര സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഹരിപുര സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ഇത് ഒരു ചെറിയൊരു ഡൗട്ടുണ്ട്. ഞാനിതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഹരിപുര സമ്മേളനം എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണോ എന്നുള്ളത് ഒരു സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏതായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻ്റ്, ഹരിപുര സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്നുള്ള പോയിൻ്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട. ഞാനത് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതാരാണെന്നുള്ളത്. അതിൽ എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്, സോറി. അപ്പോൾ ഇതിൽ ഗ്രാമീണ ചെണ്ടക്കാരൻ സതി എന്നുള്ളത് നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണ്. അതേപോലെ 1938 ഹരിപുര സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു, അതിൻ്റെ പോസ്റ്ററായി തിരഞ്ഞെടുത്തു. ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പാരഗ്രാഫിൽ നിന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. ഇനി ഇതിൽ തന്നെ രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശീയഗാനവും ദേശീയബോധം സൃഷ്ടിക്കാൻ സഹായകമായി. അപ്പോൾ നമ്മുടെ ദേശീയഗാനം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോർ. അത് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറാണ് നമ്മളെ ദേശീയഗാനം രചിച്ചത്. അത് ഏതിൽ നിന്നാണ് എടുത്തത് എന്ന് ചോദിച്ചാൽ ഗീതാഞ്ജലിയിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന കവിതയിൽ നിന്നെടുത്തതാണ് ദേശീയ ഗാനം. അവിടെ അത്രയാണ് അതിലുള്ളത്. ഇനി ഇവിടെ നമ്മൾ വിട്ടുപോയൊരു ചെറിയൊരു പോയിൻ്റുണ്ട്. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ദുരിത ജീവിതങ്ങളാണ് വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ അമൃത ഷേർഗിൽ ചിത്രീകരിച്ചത്. ഇന്ത്യയിലെ ജീവിതത്തെയും സംസ്കാരത്തെയും ചിത്രീകരിച്ച അവരുടെ സൃഷ്ടികൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരൊറ്റ ഇന്ത്യയുടെ ചിത്രം വരച്ചു. അപ്പോൾ കുറഞ്ഞ വർണ്ണങ്ങളിൽ അമൃത ഷേർഗിൽ ചിത്രീകരിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളാണ് വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ അമൃത ഷേർഗിൽ ചിത്രീകരിച്ചത്. അപ്പോൾ അമൃത ഷേർഗിലിൻ്റെ ചിത്രങ്ങളിലെ തീം എന്താണെന്ന് ചോദിച്ചാൽ, പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളാണ്. അവരുടെ വരക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വെളിച്ചം കുറഞ്ഞ, അതായത് ബ്രൈറ്റ്നെസ് കുറഞ്ഞ വർണ്ണങ്ങളിലായിരുന്നു അവർ ചിത്രങ്ങൾ വരച്ചിരുന്നത്. ഇനി നമുക്ക് അവരുടെ ചിത്രങ്ങളൊന്ന് നോക്കാം. അമൃത ഷേർഗിലിൻ്റെ ചിത്രം കണ്ടോ, ഗ്രാമീണ ജീവിതം. അപ്പോൾ ഗ്രാമീണ ജീവിതം എന്നുള്ള ചിത്രം ആരുടേതാണെന്ന് ചോദിച്ചാൽ അമൃത ഷേർഗിലാണ്. അമൃത ഷേർഗിലിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ജീവിതം. അമൃത ഷേർഗിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ വെളിച്ചം കുറഞ്ഞ ചായങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ഇത് വളരെ ഡിമ്മായിട്ട് ലൈറ്റായിട്ട് അവർ വരച്ചിരുന്നത്. അപ്പോൾ ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിൽ. പിന്നെ നമ്മളിവിടെ ദേശീയ ഗാനത്തെക്കുറിച്ച് പറഞ്ഞു. ദേശീയഗാനം രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിൽ നിന്ന് എടുത്തതാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. സ്വദേശി സമരകാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി ത്രിവർണ്ണ പതാകയ്ക്ക് രൂപം നൽകിയത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ത്രിവർണ്ണ പതാകയ്ക്ക് രൂപം നൽകിയത് എന്താണെന്ന് ചോദിച്ചാൽ സ്വദേശി പ്രസ്ഥാന സമയത്താണ്. അപ്പോൾ ബംഗാൾ വിഭജനത്തിന് ശേഷം രൂപം കൊണ്ട സ്വദേശി പ്രസ്ഥാന സമയത്താണ് ഇന്ത്യയിൽ ആദ്യമായി ത്രിവർണ്ണ പതാകയ്ക്ക് രൂപം നൽകിയത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ത്രിവർണ്ണ പതാകയുടെ ഒരു പ്രത്യേകതകളുണ്ട്, അതും നോക്കും. ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായ ഒരു അർദ്ധ ചന്ദ്രനും അടങ്ങിയതായിരുന്നു ആ പതാക. അപ്പോൾ സ്വദേശി പ്രസ്ഥാന സമയത്താണ് ആദ്യമായി ത്രിവർണ്ണ പതാകക്ക് രൂപം നൽകിയത് എന്ന് പറഞ്ഞു.
അപ്പോൾ ആ ത്രിവർണ്ണ പതാകയിൽ വന്നിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകൾ. അന്ന് ഇന്ത്യയെ 8 പ്രവിശ്യകളായിട്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത്. അപ്പോൾ ആ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തെ പ്രതിനിധീകരിക്കുന്ന അർദ്ധചന്ദ്രനും അടങ്ങിയതായിരുന്നു അന്നത്തെ പതാക. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്വദേശി പ്രസ്ഥാന കാലത്ത് ഇന്ത്യൻ ത്രിവർണ്ണ പതാകയിൽ പ്രത്യേകതകൾ എന്താണ്? 8 താമരകളും അർദ്ധചന്ദ്രനും. അപ്പോൾ 8 താമരകളും അർദ്ധചന്ദ്രനും അടങ്ങിയ ത്രിവർണ്ണ പതാക ഉയർന്നു വന്ന കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ സ്വദേശി പ്രസ്ഥാന കാലഘട്ടമാണ്. അതിൽ ആ 8 താമരകൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള 8 പ്രവിശ്യകളെയാണ് 8 താമരകൾ സൂചിപ്പിച്ചിരുന്നത്. അർദ്ധചന്ദ്രാകൃതി എന്തിനെ ചോദിച്ചാൽ ഹിന്ദു മുസ്ലിം ഐക്യത്തെയാണ് അർദ്ധചന്ദ്രൻ സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ 8 താമരകൾ അർദ്ധചന്ദ്രനും അടങ്ങിയ ത്രിവർണ്ണ പതാക ദേശീയ ബംഗാൾ വിഭജനത്തിന് ശേഷം നടന്ന സ്വദേശി പ്രസ്ഥാന സമയത്താണ് ആദ്യമായിട്ട് ത്രിവർണ്ണ പതാകയ്ക്ക് രൂപം നൽകിയത്. അതിൻ്റെ 8 താമരകളും അർദ്ധചന്ദ്രനും അടങ്ങിയ പതാക. അപ്പോൾ 8 താമരകൾ 8 പ്രവിശ്യകളെയും അർദ്ധചന്ദ്രൻ ഹിന്ദു മുസ്ലിം ഐക്യത്തെയും. അപ്പോൾ അത്രയാണ് അത് നോട്ട് ചെയ്യേണ്ടത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോട് കൂടിയ ദേശീയ പതാകയ്ക്ക് രൂപം നൽകി. എന്നാൽ ഗാന്ധിയൻ കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോട് കൂടിയ ദേശീയ പതാകക്കാണ് രൂപം നൽകിയത്. അപ്പോൾ ചർക്ക വ്യാപകമായത് ഗാന്ധിജിയുടെ കാലഘട്ടത്തിൽ. അപ്പോൾ ഗാന്ധിജി വന്നപ്പോൾ ചർക്കയോട് കൂടിയ ദേശീയ പതാകയ്ക്ക് രൂപം നൽകി. ഇന്നത്തെ ദേശീയ പതാക എന്നാണ് 1947 ഇന്നത്തെ ദേശീയ പതാക ത്രിവർണ്ണ പതാകയായി സ്വീകരിച്ചത്. 1947 ഇന്നത്തെ ദേശീയ പതാക, അതായത് നടുവിൽ അശോക ചക്രമുള്ള ഇന്നത്തെ ദേശീയ പതാക സ്വീകരിച്ചത് 1947. അപ്പോൾ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങൾ. സ്വദേശി പ്രസ്ഥാന സമയത്താണ് ആദ്യമായിട്ട് ത്രിവർണ്ണ പതാകയ്ക്ക് രൂപം നൽകിയത്. അന്നത്തെ ത്രിവർണ്ണ പതാകൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 8 താമരകളും അർദ്ധചന്ദ്രനും. 8 താമരകൾ 8 ബ്രിട്ടീഷ് പ്രവിശ്യകളെയും അർദ്ധചന്ദ്രന് ഹിന്ദു മുസ്ലിം ഐക്യത്തെയും സൂചിപ്പിച്ചിരുന്നു. പിന്നീട് ഗാന്ധിജി വന്നപ്പോൾ അത് ചർക്കയുള്ള ത്രിവർണ്ണ പതാകയായി. 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക, അതായത് അശോക ചക്രമുള്ള ത്രിവർണ്ണ പതാക ആയത്. ഇനി അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24 ആരക്കാലുകളാണ് ഇന്ത്യയുടെ ദേശീയ പതാകയിലുള്ള അശോക ചക്രത്തിലുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ അവസാന ഘട്ട ഖാദി ബോർഡ് LDC പ്രിലിംസിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ 24 ആരചക്രങ്ങളുള്ള ഇന്ത്യയുടെ ദേശീയ പതാക. അശോക ചക്രത്തിൽ 24 ആരങ്ങളാണ് ഉള്ളത്. ഇനിയാണ് ഇന്ത്യയുടെ പതാകയും മുദ്രയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ പതാക കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ ദേശീയ പതാക. ഇതിലാണ് ഈ നടുവിലെ ചിഹ്നത്തിനാണ് നമ്മൾ അശോക ചക്രം എന്ന് പറയുന്നത്. ഇതിൽ 24 ആരങ്ങളാണ് ഉള്ളത്. ഇനി ഇതാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര. ഇതാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര. ഇതിൽ ഏതൊക്കെ മൃഗങ്ങളാണ് ഉള്ളത് എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതിലുള്ള മൃഗങ്ങൾ ഏതാണ്? ഇനി ദേശീയ മുദ്ര നമ്മൾ എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ളത് ഒരു പ്രധാന പോയിൻ്റാണ്. അത് നോക്കുക. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത്. അശോക സ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത്. അപ്പോൾ ദേശീയ മുദ്രയെക്കുറിച്ച് നമ്മൾ നോക്കേണ്ട പോയിൻ്റാണ്. ദേശീയ മുദ്ര എവിടെ നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചാൽ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന്. അപ്പോൾ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്ര നമ്മളെടുത്തത്. പിന്നെ ദേശീയ മുദ്രയിലുള്ള മൃഗങ്ങൾ
പിന്നെ നമ്മൾ ദേശീയ പതാക, ആരക്കാലുകളുടെ എണ്ണം എന്ന് പറഞ്ഞു. ഇത്രയാണ് ഈ പാരഗ്രാഫിൽ വരുന്നത്. ഇനി നമ്മൾ ഈ ചാപ്റ്റർ ഏകദേശം കഴിഞ്ഞു. ഇതിൻ്റെ അവസാന ഭാഗത്തൊരു പോയിൻ്റ് കൂടി ഉണ്ട്. അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീര വനിതകളിൽ ഒരാളാണ് മാഡം ഭിക്കാജി കാമ. മാഡം കാമയും ത്രിവർണ്ണ പതാകയും എന്നാണ് ഈ കോളത്തിൻ്റെ ഹെഡിങ് തന്നെ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആര് എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ മാഡം ഭിക്കാജി കാമയാണ്. അപ്പോൾ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി കാമയാണ്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് നടന്ന രണ്ടാം ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിലാണ് ത്രിവർണ്ണ പതാക ഉയർത്തിയത്. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയത് എവിടെയെന്ന് ചോദിച്ചാൽ ജർമ്മനിയിലാണ്. രാജ്യം ഏതാണ് ചോദിച്ചാൽ ജർമ്മനിയാണ്. സ്ഥലം ചോദിച്ചാൽ സ്റ്റട്ട്ഗർട്ടാണ്. വർഷം ചോദിച്ചാൽ 1907 ആണ്. 1907 നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, സൂററ്റ് പിളർപ്പിൻ്റെ വർഷമാണ്. സൂററ്റ് പിളർപ്പ് 1907 ആണ്. ബംഗാൾ വിഭജനം നടന്നതിന് 2 വർഷത്തിന് ശേഷമാണ് സൂററ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ പ്രശസ്തമായ സൂററ്റ് പിളർപ്പ് നടന്ന വർഷം. അതേ വർഷം തന്നെയാണ് മാഡം ഭിക്കാജി കാമ ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ ആദ്യമായി വിദേശത്ത് ഇന്ത്യൻ പതാക ഉയർത്തിയത്. അപ്പോൾ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. വർഷം 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ട് രണ്ടാം ഇൻ്റർനാഷണൽ സമ്മേളനത്തിൽ. അപ്പോൾ രണ്ടാം ഇൻ്റർനാഷണൽ സമ്മേളനം, വേദി എന്ന് ചോദിച്ചാൽ രണ്ടാം ഇൻ്റർനാഷണൽ സമ്മേളനം. അപ്പോൾ ഇത്രയാണ് മാഡം കാമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇതൊക്കെ പ്രധാനമാണ്. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ ഫാക്റ്റുകളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ആ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്, ഉയർത്തിയ വർഷം ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് പുറത്ത് ഏത് രാജ്യത്താണ് ഉയർത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ട്, പിന്നെ സ്റ്റട്ട്ഗർട്ടിൽ ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ ഇന്ത്യൻ പതാക ഉയർത്തിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഏത് സമ്മേളനത്തിലാണ് ഉയർത്തിയത് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കോളത്തിൽ വന്ന എല്ലാതും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, ഓരോ പോയിൻറ്റും. ഇനി നമ്മൾ ഇത്രയും പഠിച്ചതൊന്ന് ജസ്റ്റ് ഒരു ഡയഗ്രാമാക്കി കൊടുത്തിട്ടുള്ളതാണ്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എതിർത്തു ഇന്ത്യയുടെ ആധുനികവൽക്കരണത്തിനായി നിലകൊണ്ടു. പത്രങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ചൂഷണ സ്വഭാവം ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിച്ചു. വിദ്യാഭ്യാസം വിദേശ ഭരണത്തെ നേരിടാനായി തദ്ദേശീയമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് രൂപം നൽകി. പിന്നെ സാഹിത്യമാണെങ്കിലോ വിവിധ രംഗങ്ങളിൽ ഇന്ത്യക്കാർ അനുഭവിച്ച ദുരിതങ്ങൾ പ്രമേയമാക്കി ദേശസ്നേഹം തുളുമ്പുന്ന കൃതികൾ രചിച്ചു. കലയാണെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ അവസ്ഥകൾ ചിത്രീകരിച്ച് ഇന്ത്യയാകെ ഒന്നായി കണ്ടുള്ള ചിത്രങ്ങൾ വരച്ചു. അത് ജസ്റ്റ് നമ്മളൊന്ന് പഠിക്കാനാണ്, വിലയിരുത്താനുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇനി ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് ഇത്. ഇതുപോലെ തന്നെ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക, എന്നിട്ട് ഫില്ല് ചെയ്യുക കേട്ടോ. ഈ വർക്ക് ഇതുപോലെ തന്നെ നോട്ടിൽ എഴുതി വെക്കുക, ഫില്ല് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ അവസാന ഘട്ട പ്രിലിംസ് ചോദിച്ചത് ഇതേ കോപ്പി പേസ്റ്റ് ചോദ്യമാണ് ചോദിച്ചത്. വേണ്ട, ഇവിടെ ഭാരത് മാത, ഈ അപനീന്ദ്രനാഥ ടാഗോർ എന്നുള്ളത് കഴിഞ്ഞ അവസാനം ഘട്ടം നടന്ന ഖാദി ബോർഡ് LDC പ്രിലിംസിന് ചോദിച്ചത് ഇതേ കോപ്പി പേസ്റ്റ് ചോദ്യമാണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇതിലൊന്ന് വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം എന്നുണ്ട്. അപ്പോൾ അൽത്താഫ് ഹുസൈൻ ഹാലി, ഇത് ബന്ധം കണ്ടെത്താനാണ്. അപ്പോൾ നമ്മൾ ആ കോളത്തിൽ പഠിച്ചില്ലേ, ആ കാര്യമാണ്. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയിലായിരുന്നു എഴുതിയിരുന്ന കൃതികൾ. അപ്പോൾ അൽത്താഫ് ഹുസൈൻ ഹാലി ഏതിലാണ് എഴുതിയത്? ഉറുദുവിലാണ്. ഉത്തരം ഉറുദു ആണ് കേട്ടോ. ഇനി ഭാരത് മാത അപനീന്ദ്രനാഥ ടാഗോർ. ഭാരത് മാത എന്ന ചിത്രം അപനീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ സതി എന്ന ചിത്രം വരച്ചത് ആരാ? നന്ദലാൽ ബോസാണ്. നന്ദലാൽ ബോസാണ് സതി എന്ന ചിത്രം വരച്ചത്. ഇതുപോലെ ഫില്ല് ചെയ്ത് തന്നെ നോട്ടിൽ എഴുതി വെക്കുക കേട്ടോ. ഇത് ഒരു മാറ്റം വരുത്തണ്ട, ഇതുപോലെ എഴുതുക. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് ആനന്ദമഠം നോവലാണ്. അപ്പോൾ നീൽദർപ്പൺ എന്താണ്? ആനന്ദമഠം നോവലാണ്. അപ്പോൾ നീൽദർപ്പൺ നാടകമാണ്. ദീനബന്ധു മിത്രയുടെയാണ്. ആനന്ദമഠം നോവലാണ്. ബങ്കിം ചന്ദ് ചാറ്റർജിയുടെയാണ്. ബംഗാളിലെ സന്യാസി കലാപം. നീൽദർപ്പൺ ആണെങ്കിൽ നീലം കർഷകരുടെ
ദുരിതം. ഇനി ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. നമ്മൾ പറഞ്ഞതാണ് ആര്യനായ ദയാനന്ദ സരസ്വതി എന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആര്യ സമാജം ദയാനന്ദ സരസ്വതി. അപ്പോൾ രാജാറാം മോഹൻ റോയിയോ ബ്രഹ്മസമാജം, ബ്രാഹ്മണനായ രാജാറാം മോഹൻ റോയി എന്ന് നമ്മൾ അങ്ങനെ കോഡാക്കി പഠിച്ചാൽ പറഞ്ഞു. ഇനി രാമകൃഷ്ണ മിഷനോ? രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ ശ്രീരാമ പരമകൃഷ്ണ ഹംസൻ്റെ ശിഷ്യനായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചതാണ് രാമകൃഷ്ണ മിഷൻ. അപ്പോൾ ഇത് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. കൃഷ്ണഭക്തനായ വിവേകാനന്ദൻ, കൃഷ്ണഭക്തനായ വിവേകാനന്ദൻ അല്ലെങ്കിൽ കൃഷ്ണഭക്തനായ വിവേക് എന്നൊക്കെ കണക്ട് ചെയ്താൽ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ എന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഇത് നമ്മൾ കുറച്ച് വീഡിയോ ലെങ്തി ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ 2 ഭാഗമായിട്ട് ചെയ്തത്. നമുക്ക് മാക്സിമം 1 മണിക്കൂർ ഒരു ദിവസം അത്ര പഠിച്ചാൽ മതി. അതിൽ കൂടുതലൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് വിരസത വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മാക്സിമം 1 മണിക്കൂറിൽ വീഡിയോ ഒതുക്കാൻ എപ്പോഴും ശ്രമിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാനുള്ളത് സമരം സ്വാതന്ത്ര്യവും എന്നുള്ള 6ാമത്തെ അധ്യായം. അപ്പോൾ 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായമായ സമരവും സ്വാതന്ത്ര്യവും എന്നുള്ളതാണ് നമുക്കിനി ഈ മൊഡ്യൂളിൽ അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ആ വീഡിയോയുമായി അടുത്തൊരു ദിവസം വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു.